എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഏഞ്ചൽ നമ്പേഴ്സ്. നിങ്ങൾ നിരന്തരം ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നവരാണോ? 111, 222, 333 അങ്ങനെ കുറേ നമ്പേഴ്സ് കാണുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലിയും കുറേ മെസ്സേജസ് വരുന്നുണ്ട്, ഞാൻ നിരന്തരം ഈ നമ്പർ കാണുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറോ പെന്നോ എടുത്ത് എഴുതി വെക്കാം, ഇല്ലെങ്കിൽ മനസ്സിലാക്കിയാലും മതി. എന്താണ് ഏഞ്ചൽ നമ്പേഴ്സ്? വെറും ഈ റിപ്പീറ്റഡ് നമ്പേഴ്സ്, ഇപ്പോൾ 111, 11, 1111 ഇപ്പോൾ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് അങ്ങനെയൊക്കെ കാണുന്നത് മാത്രമാണ് ഏഞ്ചൽ നമ്പേഴ്സ്. കുറേ ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. ആ ഏഞ്ചൽ നമ്പേഴ്സിന് കുറേ അധികം മീനിങ്സ് ഉണ്ട്. സോ നമ്മൾ ജീവിതത്തിൽ നിരന്തരം നമ്മൾ ഒരു നമ്പർ തന്നെ സ്ഥിരമായി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ എന്തെങ്കിലും ഒരു സൈൻ ഓർ ഒരു മെസ്സേജ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ്. ഏതൊരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വാർണിങ്സ് ഓർ സൈൻസ് ഫ്രം യൂണിവേഴ്സാണ്. കാരണം നമുക്ക് ഡയറക്റ്റ് കോൺവെർസേഷൻ യൂണിവേഴ്സിനോട് ഇല്ലെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് സൈൻസ് ഓർ മെസ്സേജസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നമുക്കൊരു കോൺഫർമേഷൻ ആയിട്ട് കിട്ടുക. യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കുന്ന ഭാഷയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാണ്ട് ഓരോ നമ്പേഴ്സിനെയും കുറിച്ച് സംസാരിക്കാം. ഇതിൽ ഞാൻ വളരെയധികം ബേസിക് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. കുറേ അധികം ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്പർ 111. 111 ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് സംഭവിക്കാൻ പോകുന്നു എന്നതിനാണ് അർത്ഥം. നമ്മുടെ ലൈഫിൽ ഏതൊരു ഏരിയ ആണെന്നുണ്ടെങ്കിലും, ലവ് ആണെങ്കിലും കരിയർ ആണെന്നുണ്ടെങ്കിലും, വേറെ ഏത് നമ്മുടെ ലൈഫിൽ ഏതൊരു ഏരിയ ആയാലും ഒരു പുതിയ ബിഗിനിങ് നമ്മുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിലാണ് 111 കാണുന്നതിലുള്ള ഉത്തരം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ലോകത്തൊരു ഫ്രീ വില്ലുണ്ട്. ഫ്രീ വില്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാനുള്ളൊരു ശക്തി നമുക്കുണ്ട്, അല്ലേ? സോ നമ്മൾ ഈ നമ്പേഴ്സ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് വേണം എന്ന് വെച്ചാൽ നമുക്കത് ക്ലെയിം ചെയ്യാം. നമ്മൾ എന്തൊരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിലും നമ്മുടെ ഫ്രീ വില്ലാണത് ക്ലെയിം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ബിക്കോസ് നമ്മുടെ ഒരു കൺസെൻറ്റ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതിന് റെഡിയാണ്, ഞാൻ ഈ പോസിറ്റീവ് എനർജീസ് എടുക്കാൻ വേണ്ടി റെഡിയാണ്, ഞാൻ ഈ ന്യൂ ബിഗിനിങ് വേണ്ടി റെഡിയാണെന്ന് നിങ്ങളൊരു കൺസെൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്കത് ലൈഫിലേക്ക് നമുക്കത് നടക്കുകയുള്ളൂ. ബിക്കോസ് അത് നമ്മുടെ ഫ്രീ വില്ലാണ്. നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ നടക്കില്ല. വെറുതെ 111 കണ്ടു, 222 കണ്ടു എന്ന് വെച്ചിട്ട് ലൈക്ക് അങ്ങനെയല്ല സംഭവിക്കുക. നമ്മളത് കാണും തോറും നമ്മളത് ക്ലെയിം ചെയ്യണം. ആ പോസിറ്റീവ് എനർജീസ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ക്ലെയിം ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ 111 കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഏതൊരു നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്തൊരു നമ്മളൊരു പുതിയൊരു മെച്യൂർ വേർഷൻ ആവുന്നതിലാണെങ്കിൽ നമുക്ക് പറയാം. സോ 111 എപ്പോഴൊക്കെ കാണുന്നോ നമ്മൾ പറയണം താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിനോട്, ഡിവൈനോട്, ഏഞ്ചൽസിനോട് നമ്മൾ താങ്ക് യു പറയണം. ആൻഡ് ക്ലെയിം ചെയ്യുക. ഐ ക്ലെയിം ദ ബ്ലെസ്സിങ്സ്. ഞാൻ ഈ ബ്ലെസ്സിങ്സ് ക്ലെയിം ചെയ്യണു. ഓക്കെ, നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ ക്ലെയിം ചെയ്യാൻ നോക്കുക. ഒരിക്കലും നെഗറ്റീവ് എനർജീസോ നെഗറ്റീവ് സംഭവങ്ങളോ ക്ലെയിം ചെയ്യുക. നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ പറയുക ഐ ക്ലെയിം ദിസ് പോസിറ്റീവ് എനർജീസ്, ഐ ക്ലെയിം ദിസ് പോസിറ്റീവ് ബ്ലെസ്സിങ്സ്. ഞാൻ ഈ പോസിറ്റീവ് ബ്ലെസ്സിങ്സ് ക്ലെയിം ചെയ്യുന്നു എന്നതിനാണ്. ഈ പോസിറ്റീവ് ന്യൂ ബിഗിനിങ്സ്, ഈ പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്ഡ് ന്യൂ ബിഗിനിങ് ഞാൻ ക്ലെയിം ചെയ്യുന്നു എന്നതിനാണ്. സോ 111 കാണുന്നവരുടെ മീനിങ് ഇതാണ്. ഇനി 222 കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി, ബാലൻസ്, അത് ഇമോഷണൽ ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ഫെമിനിൻ. നമുക്കറിയാം നമ്മുടെ ഉള്ളിലൊരു മാസ്കുലിൻ എനർജി ഉണ്ട്, ഫെമിനിൻ എനർജി ഉണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ഫെമിനിറ്റി ബാലൻസ് ചെയ്യുന്നു എന്നതായിരിക്കാം. ഓക്കെ, ഇഫ് ഓൾറെഡി നമ്മളൊരു ബാലൻസ്ഡ് വേർഷൻ ആണ്, നമ്മുടെ ഉള്ളിൽ ഇമോഷണൽ ബാലൻസ് ആണ്, നമ്മുടെ ഉള്ളിലൊരു സ്റ്റേബിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് 222 പറയാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളിൽ ഭയങ്കര അധികം പ്രൗഡ് ആണെന്നാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ വളരെയധികം പ്രൗഡാണ്. സോ ഇനി റിലേഷൻഷിപ്സ് നോക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ സിംഗിളായിട്ടുള്ളവരാണ്, ഒരു റിലേഷൻഷിപ്പ് ഓർ മാരേജ് നോക്കുന്നവരാണെന്നുണ്ട് 222 കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിനും ഒരു അർത്ഥമാണ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. സൂൺ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ മാരേജ് നടക്കും, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇനി ഓൾറെഡി മാരേജ് ഓർ റിലേഷൻഷിപ്പ് കഴിഞ്ഞ ആൾക്കാരാണ് 222 കാണുന്നത്, അവരുടെ ഇടയിൽ ഫൈറ്റ്സ് ഓർ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫൈറ്റ്സൊക്കെ സെറ്റിൽ ചെയ്യാൻ നോക്കുക. സംസാരിച്ച്
തീർക്കാൻ നോക്കുക, സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നോക്കുക, ആൻഡ് ഇമോഷണലി അധികം ഡിസ്റ്റർബ് ആവാണ്ടിരിക്കാൻ നോക്കുക എന്നുള്ളതിലാണ് 222 കാണുന്നവരുടെ അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ 333 കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇനി 333 ഈ 333 കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക ദാറ്റ് ഡിവൈൻ ഏഞ്ചൽസ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആൻഡ് അത് പറയുന്നതും ദൈവമാണെങ്കിലും യൂണിവേഴ്സ് ആയാലും ഡിവൈൻ എനർജീസ് ആയാലും ഏഞ്ചൽസ് ആയാലും നിങ്ങൾ ഓൾവേസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുന്നതിന് മുന്നേ, എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് യൂണിവേഴ്സ് സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും സൈൻ തരുവാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻസ് എടുത്തു നിങ്ങളുടെ ലൈഫിൽ, ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 333 കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ് നിങ്ങളുടെ മൈൻഡിലുള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ആ പ്ലാനിനെ കുറിച്ച് കംഫർട്ടബിൾ ഫീലിംഗ് ആണ്, അത് ശരിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അല്ല അത് ഓക്കെ അല്ല, അത് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിന്തിച്ച് പോസ് ചെയ്ത് കാം ചെയ്തിട്ടൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതിനാണ് 333ൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ബിക്കോസ് യൂണിവേഴ്സ് നിങ്ങൾ ഓൾവേസ് നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്യുന്നതിന് മുന്നേ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് നിങ്ങളെ ആ ഡിസിഷൻ എടുക്കാണ്ടിരിക്കാൻ. സോ നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് 333 കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ഫീലിംഗ്, കംഫർട്ടബിൾ ആണെങ്കിൽ അതിനനുസരിച്ച് എന്തായാലും ചെയ്യുക. അൺകംഫർട്ടബിൾ ആണ്, ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സമാധാനമായി ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതിലാണ് 333ൻ്റെ അർത്ഥം. ഇനി നമ്മൾ 444 ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ, എൻറ്റയർ യൂണിവേഴ്സ്, എല്ലാ പ്രപഞ്ച ശക്തികളിലും എല്ലാ ഏഞ്ചൽസും എല്ലാ ഡിവൈൻസും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ അത്രയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. യൂണിവേഴ്സ് ഇസ് വർക്കിംഗ് ഫോർ യു എന്ന് പറയുന്ന പോലെ എൻറ്റയർ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിലാണ് 444ൻ്റെ അർത്ഥം. സോ ഈ 444 കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല. കാരണം അതിൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, നമുക്ക് ബാലൻസ് വരുന്നുണ്ട്, നമുക്ക് ഡിവൈൻ ഗൈഡൻസ്, നമുക്ക് അവിടെ നിന്നുള്ള ഡിവൈൻ ഗൈഡൻസ് തരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അർത്ഥം. സോ നമുക്ക് 444 കാണുമ്പോൾ താങ്ക് യു പറയാം. ഓക്കെ, താങ്ക് യു പറയാം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുക. കുറച്ചും കൂടെ നമ്മൾ കെയർഫുള്ളായിട്ടും കോഷ്യസ് ആയിട്ടും നമ്മുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. സ്റ്റെബിലിറ്റി നമ്മുടെ എവിടെയെങ്കിലും, ഇപ്പോൾ ജോബിലാണ്, കരിയറിലാണെങ്കിൽ എന്തെങ്കിലും സ്റ്റെബിലിറ്റി പ്രശ്നങ്ങളുണ്ട്, നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ പുതിയ ജോബിനെ കുറിച്ച് മാറ്റം ആലോചിക്കുന്നവരാണ്, ഇപ്പോൾ ജോബ് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നവരാണ് 444 കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ഇതാണ്. നമുക്കിപ്പോൾ ജോലിയിൽ നിൽക്കാനാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഏത് ജോലിയാണോ അവിടെ നിന്ന് സ്റ്റെബിലിറ്റി ആദ്യം ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ നിന്ന് അതിനുശേഷം നമുക്ക് ജോലിനെ കുറിച്ച് ആലോചിക്കാമെന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ ജോബ് സ്വിച്ചിന് ആലോചിക്കുന്നവർ 444 കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഇപ്പോൾ ഏത് ജോബിലാണോ ഉള്ളത് അവിടെ നിൽക്കുക. ആൻഡ് ഒരു പ്രോപ്പർ ജോബ് കിട്ടിയതിന് ശേഷം മാത്രം സ്വിച്ച് ചെയ്യുക, എന്നാലാണ് സ്റ്റെബിലിറ്റി ഇതിൽ ആദ്യം ഇമ്പോർട്ടൻ്റ് ആക്കി വെക്കുക എന്നുള്ളതിലാണ്. ആൻഡ് നിങ്ങളുടെ വീട്ടുകളിലോ നിങ്ങളുടെ റിലേഷൻഷിപ്സിലോ കപ്പിൾസിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫൈറ്റ്സോ എന്തെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും ഫൈറ്റ്സ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ മൈൻഡ്ഫുള്ളാക്കി വെക്കുക. സമാധാനമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ നോക്കുക. ഓക്കെ, കൂടുതൽ ഗ്യാപ്പ് കൊടുക്കരുത്, ഫൈറ്റ്സിന് കൂടുതൽ ഗ്യാപ്പ് കൊടുത്ത് കൂടുതൽ നേരം മിണ്ടാണ്ടിരിക്കുക, അങ്ങനെയുള്ളത് ചെയ്യരുത്. നേരത്തെ കൺവിൻസ് ചെയ്ത് അത് സെറ്റിൽ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് 444 എന്നുള്ളതിനുള്ള അർത്ഥവും. ഓക്കെ, നെക്സ്റ്റ് 555 ആണ് നിങ്ങൾ കൂടുതൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിലാണ്. സോ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ചേഞ്ചാണ് ദ ഓൺലി കോൺസ്റ്റൻറ്റ് തിങ്. നമ്മുടെ ലൈഫിൽ ചേഞ്ചാണ് ദ ഓൺലി കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് ചേഞ്ചസ് വരുംതോറും നമ്മളെപ്പോഴും ഡിസ്റ്റർബ് ആവാറുണ്ട്, ഇല്ലേ? നമുക്ക് പെട്ടെന്ന് ചേഞ്ചസിൻ്റെ മാറ്റങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ്. സോ പക്ഷെ മനസ്സിലാക്കുക, പെട്ടെന്നൊരു സംഭവം നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു, അപ്പോൾ എന്തെങ്കിലും ബാഡായിട്ടാണ് നമ്മൾ സംഭവിക്കണേ, ചെറിയ ഓബ്സ്റ്റക്കിൾസ് വന്നു അങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അധികം പേടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേടിക്കേണ്ടതില്ല. ഡോണ്ട് ബി സ്കെയർഡ്. ബിക്കോസ് നമ്മൾ ചേഞ്ചസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമുക്കതിന് മനസ്സിലാവും. മേ ബി ജസ്റ്റ് ഒരു എയ്റോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യണപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ എയ്റോപ്ലെയിൻ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ചെറിയൊരു ടർബുലൻസ് ഉണ്ടാവും, ഇല്ലേ? ബട്ട് വൺസ് നമ്മൾ സ്കൈയിലായിരിക്കുമ്പോൾ നമുക്കൊരു ജസ്റ്റ് സ്മൂത്തായിട്ടായിരിക്കും പോവുക. അപ്പോൾ അവിടെ
ടർബുലൻസിനെ കുറിച്ച് നമുക്ക് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ്, അത് ഗുഡ് ഓർ ബാഡ്, അത് യൂണിവേഴ്സിന് അറിയാം ഗുഡാണോ ബാഡാണോ എന്നുള്ളത്. സോ നമ്മൾ എപ്പോഴൊക്കെ 555 കാണുന്നുണ്ടോ നിങ്ങൾ എഫേം ചെയ്യുക ദാറ്റ് ഈ പോസിറ്റീവ് ചേഞ്ചസ്, ഈ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഞാൻ എൻ്റെ ലൈഫിൽ ക്ലെയിം ചെയ്യുന്നു ഉള്ളത് പറയാം. ആൻഡ് ഐ എം ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ടു പോസിറ്റീവ് ചേഞ്ചസ്. ഞാൻ എല്ലാ പോസിറ്റീവ് ചേഞ്ചസ് സ്വീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാകുന്നു, എല്ലാ ഹാപ്പി ചേഞ്ചസ് സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് ക്ലെയിം ചെയ്യുക. സോ 555 എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് സംഭവിക്കുന്നതാണ്. അത് നല്ല ചേഞ്ചസിനെയാണ്. അത് തുടക്കം നമ്മൾ എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും കുറച്ച് ഡിസ്റ്റർബിങ് ആയാലും പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസ് ക്ലെയിം ചെയ്യുക. ഓക്കെ, ഹെൽത്തി ചേഞ്ചസ് ക്ലെയിം ചെയ്യുക. ബിക്കോസ് അത് പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ പറയും തോറും ആ ചേഞ്ചസ് ഹാപ്പിനെസ് ആയിട്ടും പോസിറ്റീവായിട്ടും അബണ്ടൻ്റ് ആയിട്ടും അത് മാറും. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. ക്ലെയിം ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി 666 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും 666 കാണുമ്പോൾ ഒരു ഡിവിൽ നമ്പറാണ് എന്നൊക്കെ പറയും. പക്ഷേ 666ൻ്റെ എനർജീസ് എന്ന് പറയുന്നത് കൂടുതലും വെൽത്ത്, അബണ്ടൻസ്, ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്. 666 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗോഡസ് ലക്ഷ്മിനെയാണ്, മാ ലക്ഷ്മിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് 666 എന്ന് പറയുന്നത് ഒരു വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ളൊരു നമ്പറും കൂടെയാണ്. അപ്പോൾ നമുക്ക് നമ്മളെപ്പോഴൊക്കെ സബ് കോൺഷ്യസ്ലി നമ്മൾ ഈ 666 കാണുന്നോ നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ ലൈഫിൽ അബണ്ടൻസ് വരുന്നുണ്ട്, വെൽത്ത് വരുന്നുണ്ട്, ഹാപ്പിനെസ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് 666 കാണുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഫ്രൂട്ട്ഫുൾ ആണോ, അതുകൊണ്ട് ശരിക്കും വർത്ത് ആണോ എന്നുള്ളതൊക്കെ ആലോചിക്കുക. ആൻഡ് ഓൾറെഡി ചിലപ്പോൾ കൂടുതലധികം മെറ്റീരിയൽ ഫിയേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ആയിട്ട് നിങ്ങൾ ഓവറായിട്ട് ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതിലുള്ളൊരു സൈനും കൂടിയാണ് 666 കാണുമ്പോൾ. ആൻഡ് അല്ല എന്നുണ്ടെങ്കിൽ 666 കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നുണ്ട്, വെൽത്ത് വരുന്നുണ്ട്, ഹാപ്പിനെസ് വരുന്നുണ്ട്, പോസിറ്റീവ് എനർജീസ് ക്ലെയിം ചെയ്യുക. ഇനി 777 ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ലൈക്ക് നമ്മൾ സ്പിരിച്വലി കൂടുതൽ വളരേണ്ടിയിരിക്കുന്നു. ലൈക്ക് ഡിവൈൻ നമ്മളെ വിളിക്കുന്നു. നമ്മൾ എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, എന്തെങ്കിലും കാര്യങ്ങൾ അത് ബ്ലോക്കായി കിടക്കുകയാണ്, നമ്മൾ ഫോർവേഡായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾക്ക് കൂടുതൽ വളരേണ്ടിയിരിക്കുന്നു. നമുക്ക് എന്തോ ഇവിടെ ഒരു ലൈഫ് പേർപ്പസ് ഉണ്ട്, നമുക്ക് ഇവിടെ ഒരു സോൾ പേർപ്പസ് ഉണ്ട് നമ്മളിവിടെ വന്നതിന്. സോ നമ്മളത് സ്പിരിച്വൽ കോൾ കേൾക്കണം ആൻഡ് നമ്മളത് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് ഡിവൈൻ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു നമ്മളത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പിരിച്വാലിറ്റിക്ക് അത് മൂവ് ഫോർവേഡ് ചെയ്യുക. എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അധികം ബ്ലോക്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ആ ഒരു വന്നിട്ടുള്ള പേർപ്പസ് ഫുൾഫിൽ ചെയ്യാം. സോ അതാണ് 777 ഏറ്റവും കൂടുതൽ കാണുന്നവരുടെ ഒരു മീനിങ്. ഇനി 888 എന്ന് പറയുന്നതും വളരെയധികം അബണ്ടൻസ് കൊണ്ടുവരുന്ന ഒരു നമ്പറാണ്. അബണ്ടൻറ്റ് എനർജി, നമ്മുടെ ലൈഫിൽ അബണ്ടൻസ് വരുന്നു എന്നുള്ളതിലാണ്. ഹാപ്പിനെസ്, ഇൻഫൈനൈറ്റ് വെൽത്ത്, നമ്മളധികം അത്രയധികം അബണ്ടൻസ്, വെൽത്ത്, ഇൻഫൈനൈറ്റ് ബ്ലെസ്സിങ്സ് വരുന്നുള്ളതിലാണ് 8 എന്നുള്ളതിൽ ഉള്ള അർത്ഥം. സോ അത് 8 എന്നുള്ള നമ്പർ കണ്ടാൽ, 888 നമ്മൾ കണ്ടാൽ മനസ്സിലാക്കുക നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റിലാണ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അലൈൻ ആയിരിക്കണം, കൂടുതൽ ഫോക്കസ് ആയിരിക്കണം. നമുക്ക് എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നതിലുള്ള നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ നോക്കുക, എന്താണ് നമുക്ക് ചുറ്റുമുള്ളതിൽ എന്നുള്ളതിൽ കൂടുതൽ മനസ്സിലാക്കുക. ആൻഡ് കൂടുതൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാൻ നോക്കുക. നമുക്കുള്ള കാര്യങ്ങളും എന്തൊക്കെ നമുക്ക് വരുന്നുണ്ട് അതിലൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നന്ദി പറയുക, യൂണിവേഴ്സിനോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഓക്കെ, ബിക്കോസ് നമുക്ക് അത്രയധികം ഹാപ്പിനെസ്സും ഇൻഫൈനൈറ്റ് വെൽത്തും ഇൻഫൈനൈറ്റ് ബ്ലെസ്സിങ്സും വരുന്നുണ്ട്. സോ 888 കാണുമ്പോൾ മാത്രമല്ല നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ടത്. ഏതൊരു നമ്പർ കാണുമ്പോഴും നമ്മൾ അതിനുള്ള ഒരു പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് അറിയിച്ചിട്ട് നമ്മളത് ക്ലെയിം ചെയ്യുക. ഈ നമ്പേഴ്സ് കാണുന്നവരത് മനസ്സിലാക്കുക എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത്. അതിനനുസരിച്ച് എഫർമേഷൻസ് നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിന് ചുറ്റും എന്ത് സിറ്റുവേഷൻസ് ആണ്, അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സ് ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് വീഡിയോ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. നമുക്കതിൽ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസും ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആവാം. ബിക്കോസ് നമുക്ക് ചുറ്റും കാണുന്ന ഒരു യൂണിവേഴ്സ് എനർജീസ് ആയാലും ഒരു സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരായാലും നമ്മൾ എന്താണോ പറയുന്നത്, ഇതൊരു നെഗറ്റീവ്
ആണെങ്കിലും പോസിറ്റീവ് ആയാലും ഇതെല്ലാം കേൾക്കുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, ആൻഡ് നമ്മൾ ആ പറയുന്നതൊക്കെ സത്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലും പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാൻ നോക്കുക, പോസിറ്റീവായിട്ട് പറയാൻ നോക്കുക. ഇനി ഫൈനൽ നമ്പർ 999 പറയുന്നത് ഒരു ലൈക്ക് അതും ഒരു എന്താ പറയുക, ഒരു കംപ്ലീഷൻ, ഒരു ക്ലോഷർ. ഇപ്പോൾ ആൻഡ് ഇറ്റ്സ് അബൌട്ട് അബണ്ടൻസ് ഓൾസോ. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കാര്യം എൻഡ് ആവാൻ പോവുകയാണ്. ഏതർ നമ്മുടെ കയ്യിൽ നിന്ന് അത് സ്ലിപ്പായി പോവും, അല്ലെങ്കിൽ അത് യൂണിവേഴ്സ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കും. ബിക്കോസ് അത് നമ്മുടെ ലൈഫിൽ എന്താ പറയുക, നമ്മുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടായിരിക്കില്ല നമുക്ക് ആ സംഭവം നമ്മുടെ ലൈഫിൽ നിൽക്കുന്നുണ്ടാവുക. സോ ഏതർ അത് യൂണിവേഴ്സായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ നമ്മളായിട്ടത് സ്ലിപ്പ് ഓഫ് ചെയ്യും. ഇറ്റ്സ് അബൌട്ട് എൻഡിങ്സിനെ കുറിച്ചാണ് കൂടുതലും 999 ചോസം. എൻഡിങ് എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു എൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഗറ്റീവ് ബിലീഫ്സ് ആയിരിക്കും എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് പാറ്റേൺസ് ആയിരിക്കും എൻഡ് ചെയ്യുക, പെയിൻ ആയിരിക്കും എൻഡ് ചെയ്യുക, എന്തെങ്കിലും നമുക്കുള്ള ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കും എൻഡ് ചെയ്യുക. സോ 999 കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പൊട്ട സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻഡ് ആവാൻ പോവുകയാണ്. നമുക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൊട്ട കൂട്ടുകെട്ടുകളുണ്ട്, ബാഡ് കമ്പനീസ് ആണ്, ബാഡ് ഹാബിറ്റ്സ് ആണ്, സഫറിങ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻഡ് ആവാൻ പോവുകയാണ്. സോ അതിനൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് കൂടുതലും 999 കാണുന്നവർ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കായി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കായി, എന്തെങ്കിലും ജോബ് പോയിന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇറ്റ്സ് നോട്ട് നമുക്ക് ആ റിലേഷൻഷിപ്പ് നല്ലതായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ആവാം. ബിക്കോസ് ബ്രേക്ക് ആവുന്നത് എപ്പോഴും ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഒരു പുതിയ ബാലൻസിന് വേണ്ടിയിട്ടാണ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. സോ 999 ഒരു സംഭവം ബ്രേക്ക് ആയാലും നമ്മുടെ ലൈഫിലേക്ക് ഒരു പുതിയ ബിഗിനിങ് ആൻഡ് പുതിയ പോസിറ്റീവ് ബിഗിനിങ് വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാവും. ഒരു എൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും എൻഡല്ല. ഒരു എൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ സ്റ്റാർട്ട് ഉണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. മനസ്സിലായോ? സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്കൊരു പുതിയ വീട് വേണം. പുതിയ വീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താമസിച്ചിരുന്ന ഒരു പഴയ വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാലല്ലേ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് മാറാൻ പറ്റുള്ളൂ. സോ അതൊരു എൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പഴയ വീട്ടിൽ താമസിച്ചിട്ട് ഒരു പുതിയ വീട് ആഗ്രഹിക്കുന്നവരാണ് 999 കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു, ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥമാണ്. ഓക്കെ, സോ 999 കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ലൈൻ ആവാതെ നമുക്ക് നമ്മുടെ ലൈഫിൽ പൊട്ടയായിട്ടുള്ള സംഭവങ്ങളൊക്കെ റിമൂവ് ആയിട്ടൊരു പുതിയ ബിഗിനിങ്, പോസിറ്റീവ് ബിഗിനിങ്, ഒരു പുതിയ റിലേഷൻഷിപ്പ്, ഒരു പുതിയ ലവ്, ഒരു ന്യൂ ബ്യൂട്ടിഫുൾ ബിഗിനിങ് നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ആ എനർജി ക്ലെയിം ചെയ്യുക. ഓക്കെ, സോ ഗ്രേറ്റ്ഫുള്ളി നമ്മളെല്ലാ നമ്പേഴ്സിലുള്ള ബ്ലെസ്സിങ്സും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക. ഇനി ഫൈനലായിട്ടുള്ള നമ്പറിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് 000. എന്താണ് 000 അല്ലെങ്കിൽ കൂടുതൽ സീറോസ് കാണുന്നതിലുള്ള അർത്ഥം? അതൊരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. അതിൻ്റെ അർത്ഥം പ്യുവർ കോൺഷ്യസ്നെസ് എന്നാണ്. എല്ലാ ബിഗിനിങ്ങിനും മുന്നേ ഒരു മൊമെൻ്റ് ഉണ്ട്. ദാറ്റ്സ് എ കംപ്ലീറ്റ് പീസ്, സൈലൻസ്. നമ്മൾ യൂണിവേഴ്സ് ഒരു ഡിവൈനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മൊമെൻറ്റ്. അതിന് നമുക്ക് ഹിന്ദു റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. ശിവോഹം, ദ എനർജി ഓഫ് ശിവോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്നോ നമ്മൾ യൂണിവേഴ്സിൽ നിന്നോ നമ്മൾ ആ ഡിവൈൻ ശക്തിയിൽ നിന്നോ സെപ്പറേറ്റഡ് അല്ല. നമ്മൾ ആ എനർജിയാണ്, ദ പ്യുവർ കോൺഷ്യസ്നെസ്. ബിക്കോസ് ആ ഒരു സ്പേസിൽ നിന്നിട്ടാണ് ന്യൂ ബിഗിനിങ്സ്, ദാറ്റ് ഇസ് 000 കഴിഞ്ഞാണ് 111 വരിക. ആ ഒരു സ്പേസിൽ നിന്നിട്ടാണ് പുതിയ ബിഗിനിങ്സ് വളരുന്നത്. ഓക്കെ, സോ 00 കാണുന്നവരാണെങ്കിൽ മനസ്സിലാക്കുക, യു ആർ വൺ വിത്ത് ദ യൂണിവേഴ്സ്. നിങ്ങൾ യൂണിവേഴ്സായിട്ട് ഒന്നാണ്. നിങ്ങൾ തന്നെയാണ് പ്യുവർ കോൺഷ്യസ്നെസ്. അവിടെ ഈഗോ ഇല്ല, അവിടെ ഒരു ഒന്നുമില്ല. നമ്മളൊരു പ്യുവർ കോൺഷ്യസ്നെസ് ആണ്. അവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഒന്നുമില്ല. ഇതൊരു ക്രിയേഷനിൽ നിന്ന് മുന്നേ ഉള്ളൊരു ശാന്തമായിട്ടുള്ളൊരു എനർജി എങ്ങനെയായിരിക്കും, ഒരു ഫ്രഷ് സ്റ്റാർട്ട്. നമുക്ക് ആ ഒരു ഡിവൈൻ പീസ്, നമ്മുടെ ഉള്ളിലുള്ളൊരു പീസ്, അവിടെ മറ്റൊന്നിനെയും കുറിച്ച് നമുക്കൊരു ചിന്തയില്ല. ഒരു ഡിവൈൻ പീസ് വിത്തിൻ, അവിടെ നിന്നിട്ടാണ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാവും പോകുന്നതിനുള്ളൊരു തുടക്കമാണ് 000. ഓക്കെ, സോ ഞാനിതൊരു വളരെ ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാം. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. സോ എല്ലാവർക്കും
ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എപ്പോഴൊക്കെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു നമുക്കതൊക്കെ ഡിവൈൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. സോ നമ്മുടെ സിറ്റുവേഷൻസായിട്ട് റെസനേറ്റ് ചെയ്യുക, എന്നിട്ട് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽഡ് പ്രാക്ടീസസും ഒരു വീഡിയോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ്.